റമളാനിലെ 27ാം രാവിന്റെ പുണ്യം തേടി മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്നു. അവസാന 10ലെ ഒറ്റയിട്ട രാവുകളിൽ ഏറ്റവും പ്രബലമായ രാവാണ് ഇന്ന്. ഇരു ഹറമുകളിലും 30 ലക്ഷത്തിലേറെ വിശ്വാസികൾ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നുണ്ട്. ആയിരം മാസങ്ങളെക്കാൾ പവിത്രതയുള്ള ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാവ്. ദൈവകൽപ്പന പ്രകാരം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന രാവ്. റമളാനിലെ അവസാന 10ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഇരു ഹറമുകളിലും ലക്ഷോപലക്ഷം വിശ്വാസികൾ സംഗമിക്കുന്നു. غير المغضوب عليهم ولا الضالين. നമുക്കറിയാം, ഹറം എന്ന് പറയുന്നത് സാധാരണ മറ്റു ഇടങ്ങളിൽ ചെയ്യുന്ന ആരാധനകളെക്കാൾ, അവരുടെ നന്മകളെക്കാൾ ഒരുപാട് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു ഇടമാണ്, ഒരു മണ്ണാണ് ഹറം എന്ന് പറയുന്നത്. മറ്റു പള്ളികളിലുള്ള നമസ്കാരത്തെക്കാൾ 1,00,000-ലധികം പ്രതിഫലങ്ങൾ ഈ ഹറമിലെ നമസ്കാരത്തിനുണ്ട്. ആ രൂപത്തിൽ അവർ മുഴുവൻ സമയവും ഇവിടെ ചെലവഴിക്കുന്നവർ, സ്വതക്കകൾ ചെയ്യുന്നവർ, നോമ്പുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നവർ, ഇങ്ങനെ നന്മകളാൽ സമൃദ്ധമാക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ലൈലത്തുൽ ഖദർ എന്ന വിശേഷണമുള്ള ഒറ്റയിട്ട രാവിലാണ്. 27ാം രാവിലാണ് ലൈലത്തുൽ ഖദർ അഥവാ വിധിയുടെ രാത്രി കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഹറം പരിസരം എക്കാലഘട്ടത്തിലും ജനനിബിഡമാണ്. വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്ന സ്ഥലമാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടായിരിക്കെ തന്നെ ഈ തവണയും റമദാനിന്റെ അവസാന നാളുകളിൽ ഇവിടെ കഴിച്ചുകൂട്ടാനും ആരാധന നിർവഹിക്കുവാനും വലിയ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒരുമിച്ച്. ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا واجعل اللهم الجنة هي دارنا وقرارنا برحمتك وفضلك وجودك يا أرحم الراحمين. اللهم أنزل علينا رحمة. മസ്ജിദുൽ ഹറാമിൽ ഇരുഹറം കാര്യവിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസും മദീനയിൽ ഡോക്ടർ അഹമ്മദ് ഹുദൈഫ ഉൾപ്പെടെയുള്ള ഇമാമുമാരുമാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പുലരുവോളം പ്രാർത്ഥനാ നിർഭരമാകും ഇരു ഹറമുകളും. മീഡിയ 1 മക്ക.